ബംഗാളിൽ ഹിന്ദു വോട്ടർമാർക്ക് പ്രത്യേക പോളിംഗ് ബൂത്ത് വേണമെന്ന ആവശ്യവുമായി ബിജെപി. ഇത് സംബന്ധിച്ച് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സുവേന്ദു അധികാരി അപേക്ഷ നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, കഴിഞ്ഞ ദിവസവും ഹിന്ദുക്കൾക്ക് ആയുധം നൽകണമെന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ബിജെപി നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടിയായ സുവേന്ദു അധികാരി തന്നെയാണ് വീണ്ടും വിദ്വേഷ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സുവേന്ദു അധികാരിയുടെ ആവശ്യങ്ങൾ? സജീവ്, വഖഫ് ഭേദഗതി നിയമത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ധ്രുവീകരണ സമീപനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായതും. സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള ഈ ധ്രുവീകരണ സമീപനം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പ്രത്യേക ഹിന്ദു വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വോട്ടർമാർക്കൊക്കെ തന്നെയും പ്രത്യേക പോളിംഗ് ബൂത്തുകൾ വേണമെന്ന ആവശ്യവുമായി സുവേന്ദു അധികാരി രംഗത്തെത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുവേന്ദു അധികാരി വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ ഹിന്ദു ന്യൂനപക്ഷ മേഖലകളിലൊക്കെ തന്നെയുമുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാരെ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവർ തടയുകയും അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. നേരത്തെയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് തടയുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക പോളിംഗ് ബൂത്ത് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മുർഷിദാബാദിലുള്ളത്. എന്തായാലും അടുത്ത വർഷം മുതൽ ഇതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എല്ലാ പാർട്ടികളും കടക്കും. അതേസമയം BJPയുടെയും അതോടൊപ്പം ഇത്തരത്തിലുള്ള ഹിന്ദു വോട്ടർമാരുടെയും വോട്ടുകൾ വെട്ടിക്കുറക്കുന്നതിനും അതോടൊപ്പം വോട്ടുകൾ തടയുന്നതിനും ആവശ്യമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സേനയെ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ സുവേന്ദു അധികാരി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു സമീപനം എടുക്കുകയാണെങ്കിൽ തന്നെ അത് വീണ്ടും വലിയ വിവാദത്തിലേക്കും രാഷ്ട്രീയ കോലിളത്തിലേക്കും നീങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മമതാ ബാനർജിയുടെ ഇത്തരത്തിലുള്ള ഭരണ ധ്രുവീകരണങ്ങൾ ചെറുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് BJP കടക്കുന്നത് എന്ന കാര്യവും ഇപ്പോൾ BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഏത് നിലപാടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുക എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ മതവിഭാഗങ്ങളിൽ അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം നടത്തിക്കൊണ്ട് ഭരണം നേടാനുള്ള BJPയുടെ തന്ത്രം തന്നെയാണ് ബംഗാളിലും BJP കൈക്കൊള്ളുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് ഇത്തരത്തിലുള്ള നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വീണ്ടും വർഗീയത ആളിക്കത്തിച്ച് BJP ഹിന്ദുക്കൾക്ക് പ്രത്യേക പോളിംഗ് ബൂത്ത് വേണമെന്നാണ് സുവേന്ദു അധികാരി BJP നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.